ജോർജിയയിലെ നമ്മുടെ അവസാനത്തെ ദിവസമാണിന്ന്. ഇന്ന് ഇവിടെ ടിബിലിസിയിലുള്ള ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ കാണാനാണ് യാത്ര. കഴിഞ്ഞ ദിവസം രാത്രി കണ്ട ഫ്രീഡം സ്ക്വയറെല്ലാം പിന്നിട്ടുകൊണ്ട് നമ്മൾ പല പ്രാവശ്യം സഞ്ചരിച്ച വഴികളിലൂടെയാണ് ഈ കത്തീഡ്രലിലേക്ക് നമ്മൾ പോകുന്നത്. കത്തീഡ്രലിലെത്തി. മനോഹരമായ ഈ കത്തീഡ്രലിൽ ഇന്ന് തല ഉയർത്തി നിൽക്കുകയാണ്. 1995 പണി ആരംഭിക്കുകയും 2004 ഈ കത്തീഡ്രലിന്റെ പണി പൂർത്തിയാവുകയും ചെയ്തത്. കൂറ നദിയുടെ കരയിലുള്ള ഏലി കുന്നിന്റെ മുകളിലാണ് മനോഹരമായ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. ജോർജിയൻ ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള ഈ കത്തീഡ്രല് ലോകത്ത് തന്നെ കിഴക്കൻ ഓർത്തഡോക്സ് സഭകളുടെ കത്തീഡ്രലുകളിൽ ഏറ്റവും വലിയ 3ാമത്തെ കത്തീഡ്രലാണ്. ഇതിന്റെ ടോട്ടൽ ഏരിയ പരിഗണിക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ വലിയ മതസ്ഥാപനങ്ങളിൽ ഒന്നായിട്ട് മാറും. മനോഹരമായൊരു പൂന്തോട്ടത്തിന്റെ നടുവിലാണ് ഈ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ടവർ കാണാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ കമ്മ്യൂണിക്കേഷൻ ടവറിന്റെയും കത്തീഡ്രലിന്റെ ഇടയ്ക്കായിട്ടാണ് വരുന്നത്. കത്തീഡ്രലിന്റെ പാർക്കിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കത്തീഡ്രലിന്റെ അടിയിലായിട്ടാണ്, അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് ഇത് പാർക്കിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പോകാനുള്ള വഴികളും ഈ ഗാർഡന്റെ ഒരു ഭാഗമായിട്ടാണ്. കത്തീഡ്രലിന് മുമ്പിലായിട്ട് തന്നെ അതിൻ്റെ ഒരു സ്ഥാപക ശിലയും അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ മെത്രന്മാരുടെയും മറ്റും പുറത്തുനിന്ന് ഉയർന്ന ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ മണിമന്ദിരത്തിനോട് അനുബന്ധിച്ച് 12 വലിയ തൂണുകളുണ്ട്. 12 അപ്പോസ്തലന്മാരെ പ്രതിനിധീകരിക്കുന്ന 12 തൂണുകളാണ് കത്തീഡ്രലിന്റെ മണിമന്ദിരത്തിലേക്ക് നമ്മളെ വഴികാട്ടുന്നത്. കത്തീഡ്രലിന് ചുറ്റുമുള്ള വിളക്ക് മരങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് നമുക്ക് സാധാരണ കാണാത്തൊരാകൃതിയിലുള്ളതാണ്. എല്ലാ ഓർത്തഡോക്സ് കത്തീഡ്രലുകളെയും പോലെ തന്നെ ഇതും ക്രോസ് ഡോം മാതൃകയിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് നിൽക്കുന്നത്. കത്തീഡ്രലിനെ അകത്ത് ഷൂട്ടിംഗ് നിരുത്സാഹപ്പെടുത്തുന്നതിനാലും അവിടെ ആരാധന നടക്കുന്നതിനാലും വിശദമായിട്ട് കത്തീഡ്രലിന്റെ അകം നമ്മൾ ഷൂട്ട് ചെയ്തില്ല. കത്തീഡ്രലിന്റെ ഒരു മാതൃകയെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ധാരാളം വിശുദ്ധന്മാരുടെ രൂപങ്ങളും ഗുണങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. കത്തീഡ്രലിനകത്ത് നേരം പ്രാർത്ഥിച്ച ശേഷം പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ചെയ്തത്. കത്തീഡ്രലിന് ചുറ്റും 9 ചാപ്പലുകളുണ്ട്. 9 ചാപ്പലുകളും മണിമന്ദിരവും എല്ലാം ചേർന്നൊരു വലിയ കോംപ്ലക്സ് ആണ് ഈ കത്തീഡ്രൽ. അവിടെ നിന്നിറങ്ങി ഇനി ഓൾഡ് ടിബിലിസിയിലേക്ക് പോകണം. കാലത്തെ കടകളെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ. അവിടെ അടുത്ത് കണ്ട ഒരു ബേക്കറിയിൽ കയറി അല്പം ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് നടക്കാമെന്ന് തീരുമാനിച്ചു. ഓൾഡ് ടിബിലിസിയിലേക്ക് നടന്നു പോകാമെന്നാണ് പ്ലാൻ. ടിബിലിസി പട്ടണം പതുക്കെ ഉണർന്നു വരുന്നേ ഉള്ളൂ. കാലത്ത് തന്നെ അവിടെ ജോലി അന്വേഷിച്ച് നിൽക്കുന്ന ടാക്സി ഡ്രൈവർമാരും ജോലിക്കായി തിരക്കിട്ട് പോകുന്നവരെയൊക്കെ കാണാം.
ആദ്യത്തെ ദിവസം വന്നിറങ്ങിയ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. കുന്നുമുകളിലുള്ള മത്തേക്ക് മാസ്റ്ററും മറ്റും കാണാം. കാലത്ത് തന്നെ ടൂറിസ്റ്റുകളെ കാത്ത് ഡബിൾ ഡക്കർ ബസ്സുകളൊക്കെ റെഡിയായിട്ട് കിടപ്പുണ്ട്. ആദ്യത്തെ ദിവസം നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം ഒരിക്കൽ കൂടി കണ്ടുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ പീസ് ബ്രിഡ്ജിനെ ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ നടത്തം. വൈകുന്നേരങ്ങളിലെ പോലെ അധിക വലിയ തിരക്കൊന്നും പീസ് ബ്രിഡ്ജിലില്ല. പീസ് ബ്രിഡ്ജും ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം മനോഹരമായിട്ട് ഒരിക്കൽ കൂടി മനസ്സിലേക്ക് പതിപ്പിച്ചുകൊണ്ട് ട്ബിലിസിയോടും ജോർജിയയോടും വിട പറയാനുള്ള സമയമായി. അങ്ങനെ വീണ്ടും ഷോട്ടോ റെസ്റ്റോവിലെ എയർപോർട്ടിൽ എത്തി. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം തിരികെ കുവൈറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളായി. ട്ബിലിസിയോട് വിട പറഞ്ഞുകൊണ്ട് ജസീറയുടെ വിമാനത്തിൽ കയറി തിരികെ കുവൈറ്റിലേക്ക്. കുറെ പുതിയ സുഹൃത്തുക്കളെയും വളരെ മനോഹരമായ ഓർമ്മകളെയും സമ്മാനിച്ച ഈ ജോർജിയൻ ട്രിപ്പ് അങ്ങനെ അവസാനിക്കുകയാണ്. ഇതുവരെയുള്ള ഈ വീഡിയോകൾ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അടുത്ത ഒരു ട്രാവൽ വീഡിയോയുമായി ഉടനെ തന്നെ നമുക്ക് കാണാം. താങ്ക് യു.